കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD5 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് സോഷ്യൽ സയൻസിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളുടെ 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് What can you do to ensure that your home and school are clean to prevent diseases? എന്ന് പറഞ്ഞാൽ എന്താ? രോഗങ്ങൾ വരാതിരിക്കാൻ, രോഗങ്ങൾ തടയാൻ, പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതിരിക്കാൻ വീട്, വിദ്യാലയം, നമ്മുടെ ഹോം വീട്, വിദ്യാലയം സ്കൂള്, ഇവിടെ ശുചിത്വം ഉറപ്പാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? അവ ക്ലീൻ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യം നമുക്ക് വീട്, ഹോം, വീട്ടിലെ കാര്യങ്ങൾ നോക്കാം. എന്ത് ചെയ്യാം നമുക്ക്? ക്ലീൻ ദ റൂംസ് ആൻഡ് കിച്ചൺ എവറി ഡേ. ക്ലീൻ ദ റൂംസ് ആൻഡ് കിച്ചൺ എവറി ഡേ. എല്ലാ ദിവസവും അല്ലെങ്കിൽ നിത്യവും അടുക്കളയും മുറികളും നമ്മൾ എന്ത് ചെയ്യണം? തൂത്ത് വൃത്തിയാക്കണം. ക്ലീൻ ദ റൂംസ് ആൻഡ് കിച്ചൺ എവറി ഡേ. എല്ലാ ദിവസവും അടുക്കളയും മുറികളും തൂത്ത് വൃത്തിയാക്കണം. ഓക്കെ, രണ്ടാമത് നമുക്ക് എന്താ ചെയ്യുക? അവോയ്ഡ് ഫുഡ് വേസ്റ്റ് ടു റിമൈൻ ഇൻസൈഡ് ഹോം. ആഹാര സാധനങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ താഴെ വീണാൽ എന്ത് ചെയ്യണം? വേസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മളത് നീക്കം ചെയ്യണം. അവോയ്ഡ് ഫുഡ് വേസ്റ്റ് ടു റിമൈൻ ഇൻസൈഡ് ഹോം. ആഹാര സാധനങ്ങൾ വീട്ടിനുള്ളിൽ വീണാൽ അത് അവിടെ നിന്ന് എടുത്ത് കളയണം. അവോയ്ഡ് ഫുഡ് വേസ്റ്റ് ടു റിമൈൻ ഇൻസൈഡ് ഹോം. വീട്ടിൽ ആ താഴെ വീണ ആഹാര സാധനങ്ങൾ വേസ്റ്റ് ആയത് അവിടെ കിടക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടെ നിന്ന് എടുത്ത് കളയണം. അവോയ്ഡ് ഫുഡ് വേസ്റ്റ് ടു റിമൈൻ ഇൻസൈഡ് ഹോം. ആഹാര സാധനങ്ങൾ വീട്ടിനുള്ളിൽ വീണാൽ നീക്കം ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്താ? ഇഫ് റൂംസ് ആർ വാഷബിൾ, ക്ലീൻ ദ റൂംസ് വൺസ് ഇൻ എ വീക്ക്. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വീട് വാഷബിൾ, കഴുകി വൃത്തിയാക്കാൻ കഴിയുന്നവയാണ് എങ്കിൽ, നമ്മുടെ തറ കഴുകാൻ പറ്റുന്ന തറയാണ് എങ്കിൽ ക്ലീൻ ദ റൂംസ്, എല്ലാ റൂംസും നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ തറ തുടച്ച് വൃത്തിയാക്കണം. തറ തുടച്ച് വൃത്തിയാക്കണം. വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റുന്ന തറയാണ് എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? തറ തുടച്ച് വൃത്തിയാക്കണം. ഇഫ് റൂംസ് ആർ വാഷബിൾ, ക്ലീൻ ദ റൂംസ് വൺസ് ഇൻ എ വീക്ക്. തുടച്ച് വൃത്തിയാക്കാവുന്ന ഇടമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? തറ വൃത്തിയാക്കണം. ഓക്കെ, ഇനി മറ്റേ നമുക്ക് എന്തൊക്കെ ചെയ്യാം? റിമൂവ് കൗബബ്.
എന്ന് പറഞ്ഞാൽ എന്താ? ചിലന്തി വല. കവേർബ് ചിലന്തി വല. കവേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലന്തി വല. റിമൂവ് കവേർബ്. ചിലന്തി വല നമ്മൾ എന്ത് ചെയ്യണം? കളയണം. കണ്ടിട്ടില്ലേ റൂംസിൽ മുകളിലൊക്കെ ചിലന്തി വല ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ നമ്മൾ അടിച്ച് നീക്കം ചെയ്യണം കേട്ടോ. നാലാമത് നമുക്ക് എന്ത് പറയാം? കീപ് ദ ഫുഡ് വെയർ ഔട്ട്സൈഡ്. പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ എന്ത് ചെയ്യണം? ചെരുപ്പ് നമ്മൾ വീടിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് നമ്മൾ പുറത്ത് സൂക്ഷിക്കുക. കീപ് ദ ഫുഡ് വെയർ ഔട്ട്സൈഡ്. പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വീടിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പറയാം. എന്ത് പറയാം? കീപ് സെപ്പറേറ്റ് ബോക്സസ് ഫോർ ഡിപ്പോസിറ്റിംഗ് ഫുഡ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് പേപ്പർ ആൻഡ് ഡസ്റ്റ് മെറ്റീരിയൽ. ചപ്പുചവറുകൾ. ഇപ്പോൾ ചപ്പുചവറുകൾ എന്ന് പറയുമ്പോൾ ഫുഡ് വേസ്റ്റ് ഉണ്ടാകും, പേപ്പർ വേസ്റ്റ് ഉണ്ടാകും, അതുപോലെ ഡസ്റ്റ് ആയിട്ടുള്ള മറ്റ് ഇതൊക്കെ ഉണ്ടാവും, മെറ്റീരിയൽ ആയിട്ടുള്ള, അതായത് എന്താ പറയുക, മിനറൽ സാധനങ്ങൾ, ഇരുമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക് സാധനങ്ങൾ നിക്ഷേപിക്കാൻ മറ്റൊരു കൂട, വേസ്റ്റ് പേപ്പർ അത് കത്തിച്ച് കളയാവുന്നതാണ്, അത് നിക്ഷേപിക്കാൻ മറ്റൊരു കൂട, ഫുഡ് വേസ്റ്റിന് മറ്റൊരു കൂട. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ചപ്പുചവറുകൾ സൂക്ഷിക്കാൻ പ്രത്യേകം കൂടകൾ സൂക്ഷിക്കുക. കീപ് സെപ്പറേറ്റ് ബോക്സസ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സസ് സൂക്ഷിക്കണം. എന്തിനാ? ഫോർ ഡിപ്പോസിറ്റിംഗ് ഫുഡ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് പേപ്പർ ആൻഡ് ഡസ്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ 6 കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? യെസ്. ഇനി നമുക്ക് സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ക്ലീൻ ദ ക്ലാസ് റൂം ഡെയിലി. ക്ലാസ് മുറി എന്ത് ചെയ്യണം? ദിവസവും തൂത്ത് വൃത്തിയാക്കണം. ക്ലീൻ ദ ക്ലാസ് റൂം ഡെയിലി. ക്ലാസ് മുറി ദിവസവും തൂത്ത് വൃത്തിയാക്കണം. കീപ് ഡസ്റ്റ്ബിൻ ആൻഡ് യൂസ് ഇറ്റ്. റിമൂവ് ദ വേസ്റ്റ് ഡെയിലി. കീപ് ഡസ്റ്റ്ബിൻ ആൻഡ് യൂസ് ഇറ്റ്. നമ്മൾ ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ കൂടകൾ സൂക്ഷിക്കണം. സമയാസമയം ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? വേസ്റ്റ് നീക്കം ചെയ്യണം. കീപ് ഡസ്റ്റ്ബിൻ ആൻഡ് യൂസ് ഇറ്റ്. ഡസ്റ്റ്ബിൻ നമുക്കവിടെ വേണം, അത് നമ്മൾ ഉപയോഗിക്കുകയും വേണം. എല്ലാ ദിവസവും ആ വേസ്റ്റ് എന്ത് ചെയ്യണം? നീക്കം ചെയ്യുകയും വേണം. ഓക്കെ. കീപ് ദ ഫുഡ് വെയർ ഔട്ട്സൈഡ് ദ ക്ലാസ്. പാദരക്ഷകൾ, ചെരുപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിന് പുറത്ത് സൂക്ഷിക്കാം. കീപ് ദ ഫുഡ് വെയർ ഔട്ട്സൈഡ് ദ ക്ലാസ്. പാദരക്ഷകൾ ക്ലാസ്സിന് പുറത്ത് സൂക്ഷിക്കാം. ഇതൊക്കെ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുന്നതാണ്? വിദ്യാലയത്തിൽ ചെയ്യാൻ, സ്കൂളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇപ്പോൾ വീട്, വിദ്യാലയം, ഇവിടെ ശുചിത്വം ഉറപ്പാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം.
മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.